അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വേദിയിലെ ആദരണീയരായ പണ്ഡിതന്മാരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും പോഷക സംവിധാനങ്ങളുടെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സമയത്ത് പ്രൊഫൈസിൻ്റെ ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നത്. നാലാമത്തെ പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസ് ഈ കണ്ണൂരിലെ നയനാർ അക്കാഡമി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മേഖലയിലേക്ക് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചു വച്ചത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെയും അതിൻ്റെ പോഷക സംവിധാനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ സമൂഹത്തിന് വ്യക്തമായ ധാരണയുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തെ കുറിച്ച് നൽകുന്ന ചില വിശേഷണങ്ങളുണ്ട്. അതിലൊന്നാണ് ചില സാമൂഹിക ദൗത്യങ്ങൾ വിശ്വാസികളുടെ മതപരമായ ഉത്തരവാദിത്തമായി നിർവഹിക്കപ്പെടണം എന്ന് മതം പഠിപ്പിക്കുന്നത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅൻ. ഇതാണ് എൻ്റെ മാർഗം. ഒരു വ്യക്തമായ ബസീറത്തിൻ്റെ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഞാനിതാ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗത്തെ ശിരസ വഹിച്ച് സമൂഹത്തിൽ ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നു. സമൂഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ, അഭിമുഖീകരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള, വിവിധ ശ്രേണിയിലുള്ള, വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന ആളുകളുണ്ട്. ഓരോ ആളുകളുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഓരോ ആളുകളും നേരിടുന്ന അവരുടെ വ്യക്തി, കുടുംബ, സാമൂഹ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിഭിന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിൻ്റെയും സാമൂഹിക പരിസരത്തെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്യുക എന്ന ഒരു രീതിയാണ് പ്രബോധന രംഗത്ത് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ മാസമാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. അധ്യാപക സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങൾ
പ്രൊഫഷണൽ സമൂഹത്തോട് പറയുന്നതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ അവക്കുണ്ട്. അധ്യാപക സമൂഹത്തോട് പറയുന്നതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ, ചില മാറ്റങ്ങൾ പ്രൊഫഷണൽ സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങളിൽ ഉണ്ടാകണം. രണ്ടും വിവിധ തീർത്തും വ്യത്യസ്തമായ ജീവിത ശൈലികളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയും അധ്യാപക സമൂഹവും മാത്രമല്ല, വിസ്ഡം യൂത്തിൻ്റെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ ജീവിക്കുന്ന ആളുകളെ പ്രത്യേകം അഭിമുഖീകരിക്കുന്ന, അഭിസംബോധന ചെയ്യുന്ന, ഓരോ വിഭാഗങ്ങളെയും പ്രത്യേകമായി അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് മതരംഗത്തെ ഉത്ബോധനങ്ങളോടൊപ്പം ഭൗതികമായ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താണെന്നോ, കലിമത്തുൻ സുറൂറുൻ തുദ്ഖിലുഹു ഫി ഖൽബി മുസ്ലിം, ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്തോഷം പകർന്നു കൊടുക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സന്തോഷം പകർന്നു കൊടുക്കുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. അഹബ്ബുന്നാസ്, മനുഷ്യരിൽ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരെയാണ്. സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ്, നാട്ടിൽ നിന്ന് മാറി നിന്ന് തീർത്തും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഉൾവലിയുന്ന, ഒതുങ്ങിക്കൂടുന്ന, സ്വാർത്ഥമായ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകളല്ല വിശ്വാസി സമൂഹം. അങ്ങനെയാകേണ്ടവരല്ല വിശ്വാസി സമൂഹം. കൂടെ കഴിയുന്നവൻ്റെ വേദനകൾ മനസ്സിലാക്കാൻ, സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെ പരിഗണിക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇത്തരം പ്രവാചകാധ്യാപനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. അത് മനസ്സിലാക്കിയാണ് ഈ പ്രൊഫൈസ് ഉൾപ്പെടെയുള്ള ഏതൊരു പ്രവർത്തനം എടുത്തു പരിശോധിച്ചാലും അവിടെ വിവിധ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മീയമായ ഒരു ദാഹമുണ്ട്. എത്ര തന്നെ മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിച്ചാലും ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മീയമായ ഒരു ദാഹമുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു ഫിത്രത്താണ്. തൻ്റെ ഉപരിയിലുള്ള ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്ത ജന്മനാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ബോധമാണ്. അവിടെ ആളുകൾ തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുന്നു. പലപ്പോഴും പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം വലിയ വികലമായ ചിന്തകൾ കടന്നു വരുന്നു. നമ്മൾ ആ കാര്യങ്ങളെ മുന്നിൽ കണ്ട്, മുന്നിൽ വെച്ച് ഏറ്റവും ശരിയായ വഴിയിലേക്ക് മാർഗദർശനം നൽകാൻ, ക്ഷണിക്കാൻ വളരെ ഗൗരവത്തോടു കൂടി അത്തരം കാര്യങ്ങൾക്കാണ് ഉയർന്ന പരിഗണന നൽകാറുള്ളത്. എത്ര സമ്പന്നനായിരുന്നാലും, സാമ്പത്തികമായി മറ്റു പരാധീനതകളൊന്നുമില്ലാത്ത ആളായിരുന്നാലും, ആരോഗ്യം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാൾ ജീവിതത്തിൽ ഒരു ക്രൈസിസും നേരിടുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നവും നേരിടുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യൻ്റെ പ്രശ്നം ആരോഗ്യ പ്രശ്നം മാത്രമല്ലല്ലോ. ഒരു മനുഷ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അയാളുടെ സാമ്പത്തിക പ്രശ്നം മാത്രമല്ലല്ലോ. മറിച്ച് കുടുംബജീവിതത്തിനകത്ത്, വ്യക്തി ജീവിതത്തിനകത്ത് വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന, കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഡിപ്രഷൻ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിക്കകത്ത് ഡിപ്രഷൻ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മഹത്യ ഏറെ പെരുകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ജില്ല നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ഇവിടെ ഏറ്റവും നല്ല
ഒരു ഇടപെടൽ നടത്താൻ ആർക്കാണ് സാധിക്കുക? ആരാണ് ഇടപെടുക? ആർക്കാണ് അതിന് കഴിയുക? ഒരു ജീവിതത്തിൽ ഈ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന, ആത്മഹത്യാ ചിന്തകൾ മനസ്സിൽ മുളക്കാൻ കാരണമാകുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾക്ക് ഒരു ചെറിയ ഡൈവേഴ്സൺ, ഒരു ചെറിയ തിരുത്തുണ്ടായാൽ ഒരുപക്ഷെ ഒരു മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയും. അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിധിയിലെ വിശ്വാസത്തെക്കുറിച്ച് അതൊക്കെ മനുഷ്യന് നൽകുന്ന വല്ലാത്തൊരാശ്വാസമുണ്ട്, വല്ലാത്തൊരു സമാധാനമുണ്ട്. അബദ്ധജടിലമായ ജീവിത കാഴ്ചപ്പാടുകളിൽ നിന്ന്, സമീപനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ അത്തരം കാര്യങ്ങളേറെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നേരത്തെ കുറച്ചു മുമ്പ് വായിച്ച ചെന്നൈ കുടുംബ കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകയുടെ ഒരു ലേഖനം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവർ പറയുന്നത്, മുമ്പത്തേതുപോലെയല്ല, കുടുംബ കോടതിയിലെ വിവാഹമോചന കേസുകൾ ഏറ്റെടുക്കാൻ കഴിയാത്ത അത്രയും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ഏറ്റവും അധികം ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന, നേടിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉള്ള ആളുകൾക്കിടയിൽ വിവാഹമോചനത്തിൻ്റെ എണ്ണം അത് വളരെ 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 കൂടുതലാണ് എന്ന് അവർ വിശദീകരിക്കുന്ന ഒരു ലേഖനം ഒരു പത്രത്തിന് മുമ്പ് വായിച്ച് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയുന്നത്, സാമ്പത്തികമുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും ജീവിതത്തിൽ വീടകങ്ങളിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ, വ്യക്തിജീവിതത്തിൽ മാനസികമായി നേരിടുന്ന പ്രതിസന്ധികൾ, സാമൂഹികമായി നിലനിൽക്കുന്ന പല തരത്തിലുള്ള പ്രയാസങ്ങൾ, കരിയർ മേഖലയിൽ ആളുകൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, ഇതിനെയെല്ലാം അഡ്രസ് ചെയ്യുന്ന രൂപത്തിലാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന പ്രൊഫൈസാണെങ്കിലും ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മറ്റേതൊരു പ്രോഗ്രാമാണെങ്കിലും അത്തരം കാര്യങ്ങളെയെല്ലാം അഭിമുഖീകരിക്കാൻ, അഡ്രസ് ചെയ്യാൻ നമ്മൾ വളരെ ഉയർന്ന പരിഗണന നൽകി പോകാറുണ്ട് എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും അധാർമികതയുടെ അതിൻ്റെ ഏറ്റവും ആഴത്തിലേക്ക് അധപ്പതിച്ചു പോയ ഒരു സാഹചര്യത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇവിടെ നമുക്കറിയാം, പൊതുവിൽ പുരോഗമനവും അതുപോലെ തന്നെ ശാസ്ത്രാവബോധവും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് നവനാസ്തിക സമൂഹം ഉൾപ്പെടെയുള്ളവർ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങുന്നത് അത്തരം ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ്. ഒരു ഓപ്പൺ ഡയലോഗിലൂടെയാണ് ഈ പ്രൊഫൈസിൻ്റെ ആദ്യ ദിവസത്തെ പ്രോഗ്രാമിന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്താണ്? ഇവിടെ വംശീയതയുടെ പ്രചാരകരായി, ശാസ്ത്രാവബോധത്തിൻ്റെയും യുക്തിചിന്തയുടെയും ആളുകളായി രംഗത്ത് വരുന്ന ആളുകൾ പോലും ഇവിടെ വലിയ മുസ്ലിം അപരവൽക്കരണത്തിൻ്റെയും ഇസ്ലാമോഫോബിയയുടെ പ്രചാരണത്തിൻ്റെയും നേതൃനിരയിൽ, മുൻനിരയിൽ തീവ്ര വലതുപക്ഷത്തെ രാഷ്ട്രീയത്തിൻ്റെയും ചിന്തകളുടെയും മെഗാഫോണുകളായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം കാര്യങ്ങളെയെല്ലാം ഏറ്റെടുക്കാനും സമൂഹത്തെ ആ വിഷയങ്ങളിലെല്ലാം ബോധവൽക്കരിക്കാനുമാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം പരിശ്രമങ്ങളിൽ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രൊഫൈസിന് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.